താമസിക്കുന്ന പ്രവാസികളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് അവിടെ നല്ല സുഖാണല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോടുള്ള പാർട്ട് നമ്പർ 2. പോസിറ്റീവായി ചോദിക്കുന്നവർക്കുള്ളതാണ് കേട്ടോളി. നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഗൾഫിലുള്ള ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മുറ്റടിക്കണ്ടല്ലോ, നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പാലോ എന്ന്. നമ്മളിപ്പോ വില്ലയിലേക്കാണ് താമസിക്കുന്നെങ്കിൽ നമുക്ക് കൊണ്ടിടോ മുറ്റടിക്കാനൊക്കെ ഇവിടെ സ്ഥലം. ഇനിയിപ്പോ വാഷിംഗ് മെഷീനിൽ തിരുമ്പുന്ന കാര്യം പറയുകയാണെങ്കിൽ നാട്ടിൽ ഇപ്പോൾ ആരാണ് തിരുമ്പുന്ന കല്ലുമ്പിലൊക്കെ തിരുമ്പുന്ന ആൾക്കാരുള്ളത്? അപ്പൊ അത് ടാലി ആയില്ല. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി അല്ലേ അവിടെ? ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ നാട്ടിലും കിട്ടുന്നുണ്ട്. പക്ഷെ നാട്ടിലെ ആൾക്കാർ അതിന് മെനക്കെടുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട അവസ്ഥ വന്നതുകൊണ്ട് തന്നെ എന്തെല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്, അതെല്ലാം വാങ്ങി യൂസ് ചെയ്യാൻ എന്നേ ഉള്ളൂ. അപ്പൊ അതും ടാലി ആയില്ലേ. പിന്നെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ പണികൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും ആൾക്കാരുണ്ടാവും. ഇവിടെ ആവുമ്പോൾ നമ്മൾ നമ്മളെ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കാനും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടാവില്ല. പക്ഷെ നാട്ടിലാവുമ്പോൾ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സുഖം നമ്മളെ ഫാമിലിയും നമ്മളെ റിലേറ്റീവ്സും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര സുഖം. ഇനിയിപ്പോൾ സമാധാനത്തിന് സന്തോഷത്തിന് കാര്യം എടുക്കുകയാണെങ്കിൽ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടും. പക്ഷേ സമാധാനം, അത് ഇവിടുന്ന് കിട്ടുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ജഡ്ജ് ചെയ്യാനും നമ്മൾ ലൈഫിൽ കയറി സംസാരിക്കാനൊന്നും ആരും വരില്ല ഇവിടെ ആവുമ്പോൾ. പക്ഷെ നാട്ടിലാവുമ്പോൾ CCTV റിലേറ്റീവ്സും നാട്ടുകാരും എല്ലാവരും കൂടി നമ്മളെ ലൈഫ് അവരെ ലൈഫാക്കി അങ്ങോട്ട് മാറ്റും. അതോടുകൂടി നമ്മൾ ജീവിതത്തിന്റെ താക്കോല് ആരുടെയൊക്കെയോ കയ്യിലാവും ചെയ്യും. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ സന്തോഷം സമാധാനവും കണ്ടറിയാം. അപ്പൊ ഇവിടുത്തെ സന്തോഷത്തിനും സമാധാനത്തിനും പറ്റിയിട്ട് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടി. ഈ പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വരാം.